Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ടേം ഓഫ് ഓഫീസ് ഓഫ് എ കമ്മിറ്റി ഹാസ് എക്സ്പയർഡ് ആൻഡ് എ ന്യൂ കമ്മിറ്റി ഹാസ് നോട്ട് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ്? Answer. The registrar can intervene and appoint an administrator or new committee. നിലവിലുള്ള കമ്മിറ്റിയുടെ കാലാവധി കഴിയുകയും പുതിയ കമ്മിറ്റി രൂപീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോഴാണ് രജിസ്ട്രാർ ഇടപെടുകയും അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻ്റ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂ കമ്മിറ്റിയെ ഫോം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യും. Question number 2. What is the effect of a no confidence motion against the existing committee? Answer. The registrar may take action to appoint a new committee or administrator. നിലവിലുള്ള കമ്മിറ്റിക്കെതിരെ അവിശ്വാസ പ്രമേയം വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? രജിസ്ട്രാർ ന്യൂ കമ്മിറ്റിയെ ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുകയോ ചെയ്യും. Question number 3. What happens if the existing committee resigns en bloc? Answer. The registrar can appoint an administrator or a new committee. നിലവിലുള്ള കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് റിസൈൻ ചെയ്ത് മാറിയാൽ രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ ന്യൂ കമ്മിറ്റി ഫോം ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കും. ഇവിടെ പറയുന്നതെല്ലാം ഒരു ന്യൂ കമ്മിറ്റിയെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനുള്ള കാരണങ്ങളാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം. അതെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് ഇഫ് വേക്കൻസീസ് റെഡ്യൂസ് ദ കമ്മിറ്റി മെമ്പേഴ്സ് ബിലോ ദി കോറം? ആൻസർ. ദ രജിസ്ട്രാർ മേ സ്റ്റെപ്പ് ഇൻ ആൻഡ് അപ്പോയിൻറ്റ് എ ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ. ഇവിടെ പറയുന്നതും കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ നമ്പർ ബിലോ ദി കോറം, അതായത് ഒരു കമ്മിറ്റി കൂടുന്ന സാഹചര്യത്തിൽ കോറം തികയാനുള്ള നമ്പർ പോലും കമ്മിറ്റി മെമ്പേഴ്സ് ഇല്ലാത്ത അവസ്ഥ വന്നാലും അടുത്ത കമ്മിറ്റിയെ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുകയോ ചെയ്യും രജിസ്ട്രാർ. ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ കമ്മിറ്റി ഫെയിൽസ് ടു ഹോൾഡ് ഇറ്റ്സ് റെഗുലർ മീറ്റിംഗ്സ് ഫോർ 6 കോൺസിക്യൂട്ടീവ് മന്ത്സ്? The registrar can take action for appointing an administrator or new committee. അതായത് 6 മാസം തുടർച്ചയായിട്ടുള്ള കാലയളവിൽ കമ്മിറ്റി മീറ്റിംഗ് കൂടാതിരിക്കുന്ന അവസ്ഥ. അപ്പോഴും രജിസ്ട്രാർ പുതിയ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുകയോ അതിനുള്ള നടപടികൾ എടുക്കും. ക്വസ്റ്റ്യൻ നമ്പർ 6. Who has the authority to decide if the committee cannot function properly? Answer. The registrar, if satisfied, can intervene. കമ്മിറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആരാണ് അതിലിടപെടുന്നത്? രജിസ്ട്രാറാണ്. രജിസ്ട്രാർക്ക് മനസ്സിലാവുകയാണ് കമ്മിറ്റി പ്രോപ്പറായിട്ടല്ല പോകുന്നത്, ഈ മേളിൽ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സംഭവിക്കുന്ന അതിലേത് സംഭവിച്ചാലും രജിസ്ട്രാർക്ക് അത് മനസ്സിലായാൽ അദ്ദേഹം ഇടപെടുകയും ഒന്നുകിൽ ന്യൂ കമ്മിറ്റി ഫോം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചോ അദ്ദേഹം തീരുമാനമെടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഡസ് സെക്ഷൻ 33A സ്റ്റേറ്റ്? ആൻസർ. A new committee cannot be constituted before the expiry of the term of office of the existing committee. സെക്ഷൻ 33A പറയുന്നു, ഒരു എക്സിസ്റ്റിംഗ് കമ്മിറ്റിയുടെ കാലാവധി കഴിയാതെ ന്യൂ കമ്മിറ്റിയെ ഫോം ചെയ്യുകയോ എൻട്രി ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ഡസ് സെക്ഷൻ 33AA മെൻഷൻ? ആൻസർ. It mentions that if there is a stalemate in the constitution or functions of the committee, action can be taken. സെക്ഷൻ 33AA പറയുന്നു, കമ്മിറ്റിക്ക് ഒരു ഭരണസ്തംഭനാവസ്ഥ അല്ലെങ്കിൽ അത് സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാം. ഫർദർ ആക്ഷൻ, അതായത് ന്യൂ കമ്മിറ്റിയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോ വയ്ക്കുന്നതിനുള്ള സ്റ്റെപ്പിലേക്ക് കടക്കാമെന്നാണ് 33AA പറയുന്നത്.
Question number 9. When can the registrar appoint an administrator or administrative committee under section 33B? Answer. When a new committee is prevented or fails to take office after the expiry of the existing committee's term. സെക്ഷൻ 33B പ്രകാരം രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിൻ്റ് ചെയ്യുന്ന സാഹചര്യം ഏതാണ്? അതായത് ന്യൂ കമ്മിറ്റി ഫോം ചെയ്യുകയും അവർക്ക് അധികാരത്തിൽ കയറാനുള്ള അവസരം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. എക്സിസ്റ്റിംഗ് കമ്മിറ്റി അവരെ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അവരുടെ കാലാവധി കഴിഞ്ഞു, പക്ഷേ ന്യൂ കമ്മിറ്റിയെ എടുത്ത് എൻട്രി ചെയ്യാൻ അവർ അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് സെക്ഷൻ 33B പ്രകാരം രജിസ്ട്രാർ ഇടപെട്ട് അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ അപ്പോയിൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. How can the registrar take action under section 33B? Answer. Either suo motu or on the application of any member of the society. സെക്ഷൻ 33B പ്രകാരം രജിസ്ട്രാർ എടുക്കുന്ന ആക്ഷൻ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? അത് ഒന്നുകിൽ സുവോ മോട്ടോ, അതായത് രജിസ്ട്രാർ രജിസ്ട്രാറുടെ തന്നെത്താനെയുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റോ ആപ്ലിക്കേഷനോ പ്രകാരമാണ് ഒരു 33B പ്രകാരമുള്ള അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ആക്ഷൻസ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. Whom should the registrar intimate before appointing an administrator? Answer. The Circle Cooperative Union. അതായത് രജിസ്ട്രാർ ഒരു പുതിയ ഒരു അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആരെയാണ് അറിയിക്കേണ്ടത്? സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനെ അറിയിച്ചതിന് ശേഷമാണ് അഡ്മിനിസ്ട്രേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. From where should the members of the administrative committee be selected? Answer. They must be from among the members of the society. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സിനെ എന്തടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ തിരഞ്ഞെടുക്കുന്നത്? അത് എപ്പോഴും ഈ സൊസൈറ്റിയുടെ മെമ്പേഴ്സിൽ നിന്നായിരിക്കും. അത് ന്യൂ അമെൻമെൻ്റ് ആണ്. മെമ്പേഴ്സായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലെ സംഘത്തിലെ അംഗങ്ങൾ. അവരിൽ നിന്നുമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ആ പോർഷൻ്റെ തുടർച്ചയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്, അത് നോക്കാം. Provided that before making such order, the registrar shall publish a notice on the notice board of the head office of the society, inviting objections to the making of the order within a period specified in the notice, and consider such objections. Provided further that it shall not be necessary to publish such notice in cases where the registrar is satisfied that it is not reasonably practicable to do so. സെക്ഷൻ 33 പ്രകാരമുള്ള ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് രജിസ്ട്രാർ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യും. അത് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൽ പബ്ലിഷ് ചെയ്യുകയും എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് അതിനായിട്ടുണ്ട് എങ്കിൽ അത് അറിയുന്നതിന് ഒരു പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ ഈ ഒബ്ജെക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യും. ഇനി ഇങ്ങനെയൊരു നോട്ടീസ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതിന് പ്രാക്ടിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഇങ്ങനെയൊരു നോട്ടീസൊന്നും പബ്ലിഷ് ചെയ്യുകയുമില്ല. Provided also that where a committee, administrator or administrators, as the case may be, is in office at the commencement of the Kerala Cooperative Societies Amendment Act 1992, the registrar may extend the term of such committee, administrator or administrators, as the case may be, for a further period not exceeding 1 year from the date of such commencement. നമ്മൾ അഡ്മിനിസ്ട്രേറ്ററെ വയ്ക്കുന്ന കാലാവധി 6 മാസമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 1992 അമെൻമെൻറ്റിന് ശേഷം ഈ 6 മാസം എന്നുള്ളത് 1 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് മാറ്റിയിട്ടുണ്ട്. അതാണ് അടുത്ത പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ബുള്ളറ്റ് പോയിൻറ്റ്സ് നോക്കാം.
ബിഫോർ മേക്കിംഗ് സച്ച് ഓർഡർ, അതായത് സെക്ഷൻ 33 പ്രകാരമുള്ള ഓർഡർ, രജിസ്ട്രാർ മസ്റ്റ് പബ്ലിഷ് എ നോട്ടീസ് ഓൺ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റീസ് ഹെഡ് ഓഫീസ്. Notice should invite objections within a specified period. Registrar must consider such objections. If not reasonably practicable, registrar need not publish such notice. Extension under 1992 amendment. Registrar may extend their term extension period not exceeding 1 year from the commencement date of the act. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡാഷ് ഡിസ്ട്രിക്റ്റ് ഇൻ കേരള ഹാസ് ദ ഹയസ്റ്റ് ഫോറസ്റ്റ് കവർ ഓഫ് 83.3%. ആൻസർ വയനാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീനിങ് ഓഫ് റാറ്റിഫൈ. ആൻസർ അപ്രൂവ് അല്ലെങ്കിൽ കൺഫേം, അതായത് അംഗീകരിക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടുഡേ ഈസ് ട്യൂസ്ഡേ, ആഫ്റ്റർ 55 days ഇറ്റ് വിൽ ബി. ആൻസർ ട്യൂസ്ഡേ. ഇത് കണ്ടുപിടിക്കുന്നത്, അതായത് ഇന്ന് ട്യൂസ്ഡേ ആണെങ്കിൽ 55 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം എന്നാണ്. അത് ട്യൂസ്ഡേ തന്നെയാണ്. അതായത് 55നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത് 6 ആണ്. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വീക്ക് എല്ലാം ഫുള്ളാണ്. പിന്നെ ബാക്കി വരുന്ന ഒരാഴ്ചയിലെ ബാക്കി വരുന്ന ദിവസങ്ങളാണ് ഈ 6 ദിവസം. ഈ 6 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ട്യൂസ്ഡേ മുതൽ എണ്ണുവാണെങ്കിൽ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ ആണ് 6ാമത്തെ ദിവസം. ഇനി 6 ദിവസം കഴിഞ്ഞിട്ടാണ് 7ാമത്തെ ദിവസമായിട്ട് വരുന്ന 55 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് അടുത്തത് ട്യൂസ്ഡേ തന്നെയായിട്ട് വരും. ഇനി യുവർ ടേൺ ടു ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് ഓഫ് ഇന്ത്യ ഈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീനിങ് ഓഫ് ഡിസ്ഗസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൺ അനലോഗസ് പെയർ. Leave your answer in the comment box and stay tuned for the next episode. Thank you.